നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യയുടേതെന്ന്? ഈ വിശാലമായ ഭൂപ്രദേശത്തിന്റെ വടക്കേ അറ്റത്തെയും തെക്കേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാതയുണ്ട്. അതാണ് ദേശീയപാത 44 അഥവാ NH44. ഏകദേശം 4112 കിലോമീറ്റർ ദൂരം താണ്ടി ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീളുന്ന ഈ പാത വെറുമൊരു റോഡല്ല. അത് ഇന്ത്യയുടെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും സംസ്കാരങ്ങളെയും കോർത്തിണക്കുന്ന ഒരു സഞ്ചാര കഥയാണ്. NH44 മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും ദേശീയപാത വികസന പദ്ധതിയിൽ അതിനുള്ള സ്ഥാനത്തെക്കുറിച്ചും അറിയണം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇടനാഴികളിൽ ഒന്നാണ് ഈ പാത. നോർത്ത് സൗത്ത് ഇടനാഴി, അത് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുമായി ചേർന്ന് രാജ്യത്തിൻ്റെ സുപ്രധാന വാണിജ്യ തൊഴിൽ കേന്ദ്രങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു. ഇന്നത്തെ NH44 ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഒരു പാതയല്ല. ഇത് പല ദശകങ്ങളായി നിലവിലുണ്ടായിരുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള 7 വ്യത്യസ്ത ദേശീയ പാതകളുടെ ഭാഗങ്ങൾ ലയിപ്പിച്ചാണ് രൂപീകരിച്ചത്. ഈ ലയനം വഴി രാജ്യത്തിൻ്റെ വടക്കും തെക്കുമുള്ള ഗതാഗതത്തിന് ഒരു ഏകീകൃത പാത എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചു. പഴയ NH1A ജമ്മു കാശ്മീർ ശ്രീനഗർ പാത, പഴയ NH1 പഞ്ചാബ് ഹരിയാന ഭാഗങ്ങൾ, പഴയ NH2 ഡൽഹി ആഗ്ര, പഴയ NH3 ആഗ്ര ഗോളിയോർ, പഴയ NH75 NH26 ഗോളിയോർ ലാക്നോദോൺ, പഴയ NH7 ലാക്നോദോൺ കന്യാകുമാരി എന്നിവയുടെ ഭാഗങ്ങൾ ചേർത്താണ് ഈ മഹാപാത സൃഷ്ടിക്കപ്പെട്ടത്. ഒരു കാലത്ത് ദേശീയപാത 7 അതായത് NH7 എന്നറിയപ്പെട്ടിരുന്ന പാതയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള പാത. എന്നാൽ ഈ 7 റോഡുകളുടെ സംയോജനത്തിലൂടെ ഏകദേശം 3745 കിലോമീറ്റർ മുതൽ 4112 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള NH44 ഇന്ത്യയുടെ ഏറ്റവും നീളമേറിയ പാതയായി മാറി. ഈ പുനഃക്രമീകരണം ഗതാഗതത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്തു. NH44 കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ഈ പാത മൊത്തം 11 സംസ്ഥാനങ്ങളിലൂടെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലൂടെയുമാണ് കടന്നുപോകുന്നത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് ആരംഭിച്ച് പഞ്ചാബ്, അതായത് അവിടുത്തെ ജലന്ധർ, ഹരിയാന, അവിടുത്തെ അംബാല പാനിപ്പത്ത്, ഡൽഹി, ഉത്തർപ്രദേശിലെ ആഗ്ര, മധ്യപ്രദേശിലെ ഗോളിയോർ, മഹാരാഷ്ട്രയിലെ നാഗ്പൂർ, തെലങ്കാനയിലെ ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശിലെ കർണൂൽ, കർണാടകയിലെ ബാംഗ്ലൂരു എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ഒടുവിൽ തമിഴ്നാട്ടിലെ, അതായത് മധുര, കന്യാകുമാരിയിൽ സമാപിക്കുന്നു. ശ്രീനഗറിൻ്റെ തണുപ്പുള്ള മലനിരകളിൽ നിന്ന് ആരംഭിച്ച് പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിയിടങ്ങളിലൂടെ, ഡൽഹിയിലെ തിരക്കിട്ട നഗരത്തിലൂടെ, മധ്യ ഇന്ത്യയിലെ ചരിത്രങ്ങളായ ആഗ്ര, ഗോളിയാർ എന്നിവ കടന്ന് നാഗ്പൂരിലെ ഓറഞ്ച് തോട്ടങ്ങൾക്കിടയിലൂടെ, ഹൈദരാബാദിൻ്റെ സാങ്കേതിക കേന്ദ്രങ്ങൾ വഴി ഒടുവിൽ തമിഴ്നാടിൻ്റെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മണ്ണായ കന്യാകുമാരിയിൽ സമാപിക്കുമ്പോൾ ഒരു സഞ്ചാരി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ അടുത്തറിയുന്നു. ഈ പാതയുടെ ഓരോ കിലോമീറ്ററും ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രാദേശിക ചരിത്രവും വാസ്തുവിദ്യയും ഭക്ഷണശീലങ്ങളും വരച്ചു കാട്ടുന്നു. NH44 പ്രാധാന്യം ഗതാഗതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന തൂണാണ്. രാജ്യത്തിൻ്റെ വ്യാവസായിക കേന്ദ്രങ്ങളെയും തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനാൽ ചരക്ക് നീക്കത്തിന് ഈ പാത അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണത്തിന് വടക്കേ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ തെക്കേ ഇന്ത്യയിലെ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. വിനോദസഞ്ചാരത്തിൻ്റെ കാര്യത്തിലും ഈ പാതയുടെ പങ്ക് വലുതാണ്. ഡൽഹിയിലെ കുത്തബ് മീനാർ, ആഗ്രയിലെ താജ്മഹൽ, ഹൈദരാബാദിലെ ചാർമിനാർ, അമൃത്സറിലെ സുവർണ ക്ഷേത്രം, മധുരയിലെ മീനാക്ഷി അമ്മൻ ക്ഷേത്രം, കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമ എന്നിങ്ങനെ നിരവധി ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ പാത. ഹൈവേ കടന്നുപോകുന്ന ചെറുപട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാതയായിരിക്കുമ്പോൾ തന്നെ NH44 അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. ഡൽഹി പാനിപ്പത്ത് സെക്ഷൻ പോലെയുള്ള തിരക്കേറിയ ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒരു പ്രശ്നമാണ്. തമിഴ്നാട്ടിലെ സേലം, തൊപ്പൂർ ഭാഗം പോലെയുള്ള മലയോര പ്രദേശങ്ങളിലെ അപകട സാധ്യതയും ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഈ വെല്ലുവിളികളെ മറികടക്കാൻ ആധുനികവൽക്കരണ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ഡൽഹി പാനിപ്പത്ത് എലിവേറ്റഡ് ടോൾഡ് എക്സ്പ്രസ് വേ
അതായത് 8 വരി മെയിൻ ലൈനുകളും 4 വരി സർവീസ് ലൈനുകളും ഈ ആധുനികവൽക്കരണത്തിൻ്റെ ഉദാഹരണമാണ്. ഈ നവീകരണങ്ങൾ യാത്ര കൂടുതൽ സുരക്ഷിതവും വേഗവുമാക്കാൻ സഹായിക്കുന്നു. ദേശീയപാത 44 വെറുമൊരു റോഡായി കാണരുത്. അത് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളുടെ ഒരു പ്രതീകമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നായ ഇത് രാജ്യത്തിൻ്റെ ഒരുമയുടെയും വാണിജ്യ ശക്തിയുടെയും സാങ്കേതിക പുരോഗതിയുടെയും അടയാളമാണ്. ഈ പാതയിലൂടെയുള്ള യാത്ര ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും എത്രമാത്രം വൈവിധ്യമാർന്നതാണ് നമ്മുടെ രാജ്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓരോ വളവിലും പുതിയൊരു കാഴ്ച, ഓരോ സംസ്ഥാനത്തും പുതിയൊരു അനുഭവം. അതുകൊണ്ട് അടുത്ത തവണ നമ്മൾ NH-44ൻ്റെ ഒരു ബോർഡ് കാണുമ്പോൾ അത് ഇന്ത്യയുടെ ഉത്തര ദക്ഷിണ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കഥയുടെ ഭാഗമാണെന്ന് ഓർക്കുക. ഈ പാതയിലൂടെയുള്ള ഓരോ യാത്രയും രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. ഇനി ഒരു നൊസ്റ്റാൾജിയ കഥ കൂടി പറയാം. ഒരു കാലത്ത് കേരളത്തിൻ്റെ യാത്രകളെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ഒരു പേരുണ്ടായിരുന്നു, NH-47. കന്യാകുമാരി മുതൽ സേലം വരെ നീണ്ടുകിടക്കുന്ന ആ പാതയായിരുന്നു പതിറ്റാണ്ടുകളോളം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നട്ടെല്ല്. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ ഭൂപടം മാറിയിരിക്കുന്നു. റോഡ് യാത്രകൾ കൂടുതൽ വേഗമേറിയതാക്കാനും ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഇന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്നത് കേവലം 1-2 പാതകളല്ല, മറിച്ച് 11ഓളം പ്രധാന ദേശീയ പാതകളാണ്. ഏകദേശം 2600 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഈ വിപുലമായ പാതാ ശൃംഖല കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളുടെ പുതിയ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. പഴയ തലമുറയ്ക്ക് ഇന്നും NH-47ഉം NH-17ഉം പരിചിത നാമങ്ങളാണ്. എന്നാൽ ദേശീയപാത അതോറിറ്റി പാതകളുടെ പുനർനാമകരണം നടത്തിയതോടെ കേരളത്തിൻ്റെ തീരദേശ പാതകളെല്ലാം NH-66 എന്ന കുടക്കീഴിലായി. മുംബൈ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഈ പാതയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഈ പാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ കേരളത്തിൻ്റെ യാത്രാസമയം പകുതിയായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെറുമൊരു റോഡ് എന്നതിലുപരി കൊച്ചി തുറമുഖത്തെയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു സാമ്പത്തിക ഇടനാഴിയായി NH-66 മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ദേശീയപാത ശൃംഖല ഇന്ന് കേവലം തീരദേശ മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതിയെയും വാണിജ്യത്തെയും സമഗ്രമായി ബന്ധിപ്പിക്കുന്ന വിപുലമായ ഒരു വ്യൂഹമായി മാറിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഴയ NH-47ൻ്റെ ഭാഗമായിരുന്ന NH-544. കൊച്ചിയെയും തമിഴ്നാട്ടിലെ സേലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ മുഖ്യ ധമനിയാണ്. വാണിജ്യ വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ എപ്പോഴും കടന്നുപോകുന്ന ഈ റൂട്ട് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. അതുപോലെ തന്നെ തെക്കൻ കേരളത്തെയും പശ്ചിമഘട്ട മേഖലയെയും തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാന പാതയാണ് NH-183. കൊല്ലം മുതൽ തേനി വരെ നീളുന്ന ഈ പാത ഹൈറേഞ്ച് മേഖലയുടെ വികസനത്തിന് വലിയ ഊന്നലാണ് നൽകുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറികളും അയൽ സംസ്ഥാനത്തെ വിപണികളിലേക്ക് അതിവേഗം എത്തിക്കാൻ ഈ പാത സഹായിക്കുന്നു. ഉത്തര കേരളത്തിൻ്റെ വികസനത്തിൽ NH-966 വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പാലക്കാടിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത മലബാർ മേഖലയിലെ പ്രധാന ഗതാഗത മാർഗമാണ്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പാതകൾ ഒത്തുചേരുന്നതോടെ കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം വലിയൊരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു നാടിൻ്റെ പുരോഗതി അളക്കുന്നതിന് അവിടുത്തെ റോഡുകളുടെ നിലവാരം നോക്കണമെന്ന് പറയാറുണ്ട്. കേരളം പോലെ ജനസാന്ദ്രത കൂടിയ ഒരിടത്ത് പാത വികസനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭൂമി ഏറ്റെടുക്കലും പരിസ്ഥിതി പ്രശ്നങ്ങളും പലപ്പോഴും തടസ്സങ്ങളായി വരാറുണ്ട്. എങ്കിലും 6 വരി പാതകളും ഫ്ലൈ ഓവറുകളും യാഥാർത്ഥ്യമാകുമ്പോൾ അത് ടൂറിസം, ചരക്ക് നീക്കം, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഉദാഹരണത്തിന് മുൻപ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കെത്താൻ എടുത്തിരുന്ന സമയം പകുതിയായി കുറയുന്നത് സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇന്ധന ലാഭത്തോടൊപ്പം തന്നെ റോഡപകടങ്ങൾ കുറയ്ക്കാനും ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഈ ആധുനിക പാതകൾ സഹായിക്കും. കേരളം ഇന്നൊരു നിർമ്മാണശാലയ്ക്ക് സമാനമാണ്. വടക്ക് മുതൽ തെക്ക് വരെ നീളുന്ന ഹൈവേ വികസനങ്ങൾ പൂർത്തിയാകുമ്പോൾ കേരളം ഒരു ഗ്ലോബൽ വില്ലേജായി മാറും. 2605 കിലോമീറ്റർ നീളമുള്ള ദേശീയപാത ശൃംഖല വെറുമൊരു സഞ്ചാരപഥമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളെയും തൊഴിലിനെയും ജീവിതത്തെയും കോർത്തിണക്കുന്ന ഒരു ചരടാണ്.